സോ വാട്ട്സ് ഗൈസ് ഈ ഗെയിമിനകത്തുള്ള ഏറ്റവും റേഡസ്റ്റ് ബസ്സാണ് ഗൈസ് ഞാൻ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അത് നമ്മളുടെ സ്വന്തം കൊമ്പൻ പഴയ മോഡൽ ഗോൾഡ് ബസ്സാണ്. ഇത് ഏറ്റവും റെയറാണ് സാധനം. ഇത് ഒക്കെ കൂറി പറയാണ്ട് ഇന്നത്തെ ആരെയൊന്നും കയറ്റത്തില്ല. VIP എന്നെ പോലത്തെ VIP മാത്രമേ കയറ്റുന്നു. ഓക്കെ, നല്ലൊരു ഞാൻ വളയ്ക്കുന്നൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ തിരിച്ചു വന്നു. നമ്മുടെ കൊമ്പൻ്റെ പഴയ മോഡൽ ബസ്സൊക്കെ ഇവിടെ ഇറക്കിയിട്ടുണ്ടിട്ടാണ്. ജസ്കോണ് ബീറ്റ് ഞങ്ങൾ ഓൾഡ് സ്കൂളിൽ എന്ന് പറയുന്നത് ഇതാണ് മക്കളെ. പുതിയ കൊമ്പനൊക്കെ സ്പീഡൊന്നും ഇല്ലായി. ടൂറസ് ആണെന്ന് പറഞ്ഞ ചാടേ പഴയ സ്പീഡും ഉണ്ട്, വലിയ ചാടയില്ല. ഞാൻ ഇവിടെ ഇപ്പം വന്നിട്ടുണ്ട്. നമ്മളെ കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ടാണ് ഞാൻ വന്നത്. കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പുതിയ എന്തോ റേസ് നടക്കുന്നുണ്ട് ബസ്സുകളുടെ. അത് VIP ബസ്സൊക്കെ മാത്രമേ ഉള്ളൂ റേസ് ചെയ്യാൻ പറ്റുന്നത് അന്നൊന്നായിട്ട്. ഒക്കെ ഇവിടെ ആരും വന്നിട്ടില്ല, കാരണം ഫസ്റ്റ് VIP ഞാനാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ബസ് ഇവിടെ പാർക്ക് ചെയ്യാം. ചൂട് നന്നായി വീഴും. ഓക്കെ, VIPയുടെ ഗോൾഡൻ ബസ് ഇങ്ങോട്ട് വന്ന് ഈ വളവിൻ്റെ ഈ ഗരാജിലാണ് കേസ് VIP ഗോൾഡൻ ബസ് പാർക്ക് ചെയ്യുന്നത് ഞങ്ങൾ. ഓക്കെ, ഇപ്പോൾ റേസൊന്നും തുടങ്ങിയിട്ടില്ല. നമുക്ക് എൻ്റെ കോലം മാറ്റി റേസിൻ്റെ ഓഫിൻ്റെ ആക്കിയിട്ട് വരാം. അത് ഞാൻ ഈ വണ്ടിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ടുണ്ട്. അല്ല ഇവിടെ എൻജിൻ ഇവിടെയാണ് ഞാൻ അത് ഇട്ടേക്കുന്നത്. അപ്പം ഞാൻ അപ്പം ചേഞ്ച് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, ഞാൻ എൻ്റെ റേസിൻ്റെ ഓഫിൻ്റെ കയറ്റിയിട്ടിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് വേറൊക്കെയുണ്ട്. നമുക്കിനി റേസ് തുടങ്ങാം. റേസൊക്കെ തുടങ്ങി ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ 1 മിനിറ്റായി റേസ് തുടങ്ങിയിട്ട്. നമുക്കെന്നാ ബസ്സും കൊണ്ട് ഇറക്കാം. ഭാഗ്യമുണ്ട് എനിക്ക് നല്ല ബസ് ഓടിക്കുന്ന സ്കില്ലുണ്ടാകും. വളയ്ക്കുന്നൊക്കെ നല്ല സിമ്പിളായിരുന്നു ഞാൻ വളയ്ക്കുന്നത്. മേടിച്ചോ? ഇല്ല, സ്റ്റൺ ബ്രേക്ക് ഇട്ടിന്. ഓക്കെ, പതുക്കെ ട്രാക്ക് ഇറങ്ങാം. കുറേ സ്പീഡ് ഇറക്കണ്ട. ഇത് ഈ ട്രാക്ക് തുടങ്ങുമ്പോഴേക്കും തന്നെ ഒരു വളവാ. അയ്യോ, ഇടിച്ചു. 2 വട്ടം ഇടിച്ചുള്ളൂ. പതുക്കെ വളയ്ക്കാം. ഓക്കെ, അത് അങ്ങനെ വളച്ച് ചേട്ടാ ഗൈസ്, ഈ ബസ് നല്ല വലുതാണ്. ഓട്ടോ ആണെങ്കിൽ ഞാൻ ട്രക്കിങ് ആണ് ചോദിക്കാനാ. ഇത് ബസ്സല്ലേ ഗൈസ്, എന്നാ വലുത് ഈ സാധനം. മാത്രമല്ല ഇതിനകത്ത് ഏത് ക്യാമറയുള്ളതെന്ന് അറിയത്തില്ല. ഈ ക്യാമറയുണ്ട്, ഇത് മറ്റേ ക്യാമറയുണ്ട്. ഇപ്പം ഞാൻ ഇവിടുത്തെ വളവിൽ തന്നെ നല്ല ടഫാണ്. അല്ല, ഇത് ബസ്സും കൊണ്ടല്ലല്ലോ. ഞാൻ എന്ത് പൊട്ടനാ. ഇത് VIP ബസ്സുകളും കൊണ്ടല്ല, VIP ബൈക്കുകളും കൊണ്ട്. ഭാഗ്യമുണ്ട് എൻ്റെ VIP ബൈക്കുള്ളൂ. ഞാൻ ഇതിനെ വിളിച്ചിട്ട് അയ്യോ, ഞാൻ എൻ്റെ പൊട്ടനാ. ഇവിടെ ചെന്ന് ഞാനോട് എൻ്റെ VIP ബൈക്ക്. അയ്യോ, അതല്ലേ എൻ്റെ ചിക്കൻ തോന്നുന്നു. അതൊന്നുമല്ല എൻ്റെ VIP ബൈക്ക്. എൻ്റെ VIP ബൈക്ക് പടക്കം പൊട്ടിക്കുന്ന ബൈക്കാണ് ഗൈസ്. അത് വരും പേട്ട ബൈക്ക്. ഇതേ എൻ്റെ VIP ബൈക്ക്. ലാടേനെ ചുപ്പത്തെ പാവാ ചുക്ക ചുപ്പത്തെ പാവേനെ ഇതൊക്കെ സാർ. ഓക്കെ, ഞാൻ നാളെ പറപ്പിച്ച് വിടുന്നുണ്ട് എൻ്റെ ZX 10R നിഞ്ചയും കൊണ്ട്. ബെസ്റ്റ് ഇടിച്ച് മൂമ്പിപ്പോയി. അതാരും ശരിക്കും പറയില്ല, ഇത് വീഡിയോ ആണ്. അതും കേട്ടാരും വിളിച്ചൊന്നും പറഞ്ഞ് എൻ്റെ ചാനൽ കയറി കുറ്റം പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് പ്ലീസ്.
ഓക്കെ 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 നല്ലൊരു പോകുന്നുണ്ട്. 1 മിനിറ്റ് കൂടി ഉള്ളു റേസ് കേൾക്കുന്നതിന്. ഓക്കെ 1 മിനിറ്റിനുള്ളിൽ ഞാൻ റേസ് എടുത്തു. പക്ഷേ ഇപ്പോൾ ഈ ബൈക്ക് നമുക്ക് കാശ് കൊണ്ട് പാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഗിഫ്റ്റ് മേടിച്ചോ. VIP അല്ലേ, ഇപ്പുറത്തെ വരി കൂടെ പോകണം. ഓക്കെ ഈ വരി കൂടെ കയറാൻ പാടില്ല, നമുക്ക് അപ്പുറത്തെ വരി തന്നെ കയറ്റണം. ഓക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് VIP ബൈക്ക് ആയതുകൊണ്ട് നമുക്ക് മേളിൽ കൊണ്ട് കയറ്റാം. ഇപ്പോൾ നേരെ ഞാൻ VIP എന്ന് പറഞ്ഞു. എൻ്റെ അർത്ഥമോ അറിയത്തില്ല എനിക്ക്. ചെയ്യില്ല. ഓക്കെ ഈ കാശ് വാങ്ങിനകത്ത് പഴയതിനേക്കാളും നല്ലതായിട്ട് വണ്ടികൾ പാർക്ക് ചെയ്യാൻ സ്ഥലമാണ്. ഓക്കെ ഞാൻ ഇപ്പോൾ എൻ്റെ ബൈക്ക് ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് താക്കോലെടുക്കടാ. താക്കോലൊക്കെ എൻ്റെ പോക്കറ്റിൽ കിടപ്പുണ്ടായി. ഞാൻ ഇവിടെ നിന്ന് ഒറ്റ ചാടിൻ്റെ അടുത്ത് ഞാൻ ചാടാൻ പറ്റത്തില്ല. ഓക്കെ സേഫ്റ്റി ഗെയിമാണ്. ഇവിടെ നിന്നും ചാടാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് നല്ല സേഫ്റ്റി ഒക്കെ ഉണ്ട്. ഓക്കെ ഇവിടെ നിന്ന് അത് ഇങ്ങോട്ട് ഒറ്റ ചാട്ടം. ഓക്കെ ഞാൻ വീണ് തലയിടിച്ച് വീണിട്ടുണ്ട്. ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. ഓക്കെ നമുക്കിനി നമ്മുടെ പ്രൈസ് മേടിക്കാൻ വേണ്ടി പോവാം. ഇത് കഴിച്ച് ഇവിടെ എൻ്റെ ബൈക്ക് ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കുന്ന ഞാൻ കാണിച്ചു തരാം. കാണുന്നില്ലെങ്കിൽ പണിയൊക്കെ ഇതായിരിക്കുന്നുണ്ട് എൻ്റെ രാജാവ് കിങ് ഓഫ് ഖത്തർ. അടുത്ത ഞാനാണ് അങ്ങനെ ചെല്ലിട്ട് എൻ്റെ VIP ബസ് എടുക്കാൻ. എൻ്റെ അമ്മ എന്നെ ടഫാണ് വണ്ടി ഇല്ലാതെ പോകുന്നത്. അയ്യോ ഞാൻ കൊമ്പൻ്റെ ഇവിടുന്ന് ബസ്സിൻ്റെ താക്കോൽക്കാൻ പോയി. അവിടെ ഉണ്ടോ ബൈസ് പണിപാളി? ഞാൻ ഒന്ന് പൊട്ടനായി. ആ ഷെഡൊക്കെ വല്ലതും കൊണ്ട് വെച്ചാൽ മതി. ഞാൻ വീട്ടിൽ വരെ നടന്നു പോകണം. വെയിറ്റ് 1 സെക്കൻഡ്. ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറിനെ വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകട്ടെ. ഓക്കെ ഗൈസ് ആ പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. ഞാൻ ഓട്ടോയിൽ കൊണ്ടുവിടും. സാറേ പിന്നെ എവിടെ പോകണ്ട? എൻ്റെ വീട്ടിലോട്ട് പോയാൽ മതി. എത്ര പോലെയാണ് ഞാൻ പറഞ്ഞുതരാം വരിക്ക്. ഓക്കെ ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോകും. ഓക്കെ അത് കഴിഞ്ഞ് നേരെ പോയാൽ മതി. ഓക്കെ ഓക്കെ വണ്ടിനൊക്കെ ജോജി സാറേ. ഓക്കെ ഞാൻ ജോജി ഇവിടുന്ന് ഷോക്കട്ട് എടുക്കാനാണെങ്കിൽ ഷോക്കട്ട് എടുക്കണം. അടുത്തേക്ക് പുല്ലിക്കൂടൊക്കെ പോയാൽ മതി. ഓക്കെ കഴിഞ്ഞ് അവിടെ എയർപോർട്ടിൻ്റെ അവിടെ ഒരു വീട് കാണും. അതാണ് എൻ്റെ വീട്. ഓക്കെ സാർ. പോലീസ് സ്റ്റേഷൻ്റെ അവിടെ ഇരിക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്. എൻ്റെ പൊന്ന് ചേച്ചി മാറി. പൊന്നിച്ചേട്ടൻ മാറി. അയ്യോ എന്തോ അവിടെ കാണിച്ചു. സാറേ പൈസ എത്ര പൈസ? 100, 200, 900 ലക്ഷം. അതെ സാറേ 2 ആൾക്കാരെ വിളിച്ചേന്. ഇതാണ് അവിടെ ഇരുന്നോ, ഞാൻ പൈസ തരാം. പൈസ മതിയല്ലോ തനിക്ക്? പിന്നല്ലാതെ അത്രയും പൈസയോ? അത്രയൊന്നും അല്ലേ ശരിക്കത്തെ ഓട്ടോയ്ക്ക്? എന്തോ ഡൂപ്പ് ഓട്ടോ. ഞാൻ ഫൈനലി വീട്ടിൽ എത്തി ഭാഗ്യത്തിന്. ഞാൻ കയറി നീന്തട്ടെ. ഇവിടെ ഞാൻ എൻ്റെ വീടിൻ്റെ 2nd ഫ്ലോറിൽ കയറി ഒത്തിരി നാളായി. അവിടെ ജിമ്മൊക്കെ പണി വെച്ചിട്ട് ഞാൻ ഉപയോഗിക്കുന്നേ ഇല്ല. തടിയനായി ഒന്ന് പോയി ഉപയോഗിച്ചിട്ട് വരാം. ഫസ്റ്റ് ഞാൻ ഈ റേസ് കൊണ്ട് ഉൾപ്പെടുത്തി മാറ്റട്ടെ. ഓക്കെ ബാഗൊന്നും വേണ്ട. എൻ്റെ ജിമ്മിൻ്റെ ഉടുപ്പിന് എൻ്റെ ജിമ്മൊക്കെ കൂടി എടുത്തെടുത്തേ. ഇതല്ലേ വെള്ളമാണ് എൻ്റെ ജിമ്മിനൊക്കെ. അതേ മോഡലോ പക്ഷേ എൻ്റെ വെള്ളമാണ്. അതെ അതെ ഓക്കെ ഞാൻ റെഡിയായി. ഞാൻ വീടിനകത്ത് കയറിപ്പോയി എൻ്റെ ജിമ്മിൻ്റെ ഇതെല്ലാം ചെയ്യട്ടെ.
ഇവിടെ ഉണ്ട്, ഇവിടെ ഞാൻ എപ്പോഴും ചെയ്യുന്നു. ആ കയറാൻ പറ്റത്തില്ലല്ലോ. ട്രെൻമേൽ ചെയ്യാം, അത് മതി. ചേടാ ട്രെൻമേൽ ചെയ്യാൻ പറ്റുന്നില്ല, ഇതെല്ലാം പൊട്ടിയോ ചേട്ടാ? ഓക്കെ, എനിക്ക് ട്രെൻമേൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് അതാരും എന്നെ വിളിക്കുന്നത് ഫ്രാങ്കിലെന്നല്ല. ഗൈസ്, എനിക്ക് എന്നെ ആരോ വിളിക്കുന്നുണ്ട്. ഞാൻ നല്ലൊരു ഉടുപ്പൊക്കെ എടുത്തിട്ട് ഇട്ടിട്ട് പോകട്ടെ. ഓക്കെ, അത് വേണ്ട, ഈ പാൻറ്റ് വേണ്ട, നിക്കറില്ല അവിടെ. നീ ആൾക്കാരെ ചോദിക്കാം. ഓക്കെ, ഇത് മതി. എൻ്റെ അമ്മോ, ഫ്രാങ്കിലെന്നല്ല. വരുന്നു. ഓക്കെ, ഒന്ന് പെട്ടെന്ന് പോകാമെന്ന ഒരു ഹെൽപ്പുണ്ട്. എൻ്റെ അമ്മോ, തലയടിച്ച് ആരായിക്കും എന്നാലും അത്. സോമനുണ്ട്, അവനെ കണ്ടിട്ട് അല്ല, സോമനല്ല ജോൺ, അവനെ കണ്ടിട്ട് 2-3 ദിവസമായി. എൻ്റെ ഫോർച്യൂണർ പോയി. ഞാനെന്നാലും ഹെൽപ്പ് പറഞ്ഞില്ലേ, നമുക്കൊരു കാറും കൊണ്ടുപോകാം. അതിലൊന്നും കാറൊന്നും ആവശ്യമില്ല, എന്നാലും വേണം. ഓക്കെ ഗൈസ്, ഞാൻ എന്നെ എൻ്റെ തവണ വിളിച്ചിട്ടുണ്ട്. നമുക്ക് ബ്ലാക്ക് പെയിൻ്റ് അടിക്കാം. ഒന്ന് പെട്ടെന്ന് പോകുന്ന ഒരുപാട് അത് നമുക്കൂടെ നേരമായില്ല വിളിക്കാൻ. നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ എന്താ ജോനെ? എൻ്റെ കാല് പോയി. എന്ത് പറ്റിയത്? ഏതോ വണ്ടി വന്നിടിച്ച്, ആ വണ്ടി പോകുന്ന ജസ്കോ കാർ. എൻ്റെ കാലും പോയി. നിങ്ങൾ രണ്ടുപേരും വണ്ടി കയറും. അല്ല, നീ സിഞ്ചാനും പിഞ്ചാനും ഇല്ലേ? അതെ ഞങ്ങൾ കയറോ? കയറി, നമുക്ക് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം. സിഞ്ചാനും പിഞ്ചാനും നമ്മളെ വണ്ടി കയറിയിട്ടുണ്ട്. അവന്മാരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് പോവാം. ജസ്കോ കാറിനെ പൊട്ടിച്ച് 2-3 തെറി വന്നു. താൻ എന്തുവാ കാണിച്ചു? എൻ്റെ പിള്ളേരുന്നാ ഞാൻ കൂടുതൽ കാണിച്ചിട്ട് വേണം. ഓക്കെ ഗൈസ്, ഇത് അയ്യോ, ഇത് ഷിൻചാനെ പിഞ്ചാനെ ഇതാൻ പറ്റിയേ ഇല്ല ഫാമിലിന്നാ. ഓക്കെ ഗൈസ്, ഞാൻ ഇമാരെ അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരാം. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യില്ല. ഓക്കെ, 1 മണിക്കൂർ കഴിഞ്ഞു. ഓക്കെ ഗൈസ്, അമ്മമാരൊക്കെ വണ്ടി കയറിയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ പോകാം. അമ്മമാരും കൂടി എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടു നിർത്തുവാം. എനിക്ക് സിഞ്ചാനെ പിഞ്ചാനെ എൻ്റെ വീട്ടിൽ ഞാൻ നിർത്തുന്നില്ല. അതിനകത്ത് 2-3 അമ്മക്ക് പറ്റാത്ത സാധനമൊക്കെ ഉണ്ട്. ജിമ്മൊക്കെ അതില്ല, അമ്മമാർ അതൊക്കെ നശിപ്പിക്കും. ഇല്ല പറഞ്ഞാൽ ഞങ്ങളൊന്നും നശിപ്പിക്കത്തില്ല. അതെ അല്ല, എനിക്ക് തന്നെ വിശ്വാസമില്ല, നിങ്ങൾ പൊട്ടിക്ക് ഉറപ്പാണ്. ഗൈസ്, പിന്നെ ഇനി മുതലുള്ള എപ്പിസോഡ് എല്ലാം ചിഞ്ചാനും കാണും പിഞ്ചാനും കാണും കേട്ടോ. ഓക്കെ, എൻ്റെ അമ്മോ നല്ല ടഫ്. ഭയങ്കര നമ്മളിങ്ങോട്ട് പോകും. എടാ, നിങ്ങൾക്ക് അറിയത്തില്ല, ഞാൻ നമ്മുടെ പഴയ വീട്ടിലോട്ട് ഞാൻ പോകുന്നു. അങ്ങനെ ഈ വഴിയൊന്നും അല്ലല്ലോ. ഭയങ്കര ഡ്രിഫ്റ്റൊന്നും ഓടിക്കുന്നത്. എടാ, ഞാൻ ഡ്രിഫ്റ്റ് അടിച്ചത് മനഃപൂർവ്വം ചെയ്തത്. മനഃപൂർവ്വം അല്ലടാ, ബ്രേക്ക് കളിക്കാനാണ്. നല്ല സ്പീഡ് വന്നു കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് അടിക്കത്തി. അമ്മേ, എന്തുവായി? ഓക്കെ, ഇവിടെ മതി നമ്മുടെ വണ്ടി. ഓക്കെ, നിങ്ങളിപ്പോൾ ഞാൻ വീട്ടിനകത്ത് ഒരു വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കിയിട്ടാണ് നിങ്ങൾ കാറിനകത്തിരുന്നു. ഓക്കെ ആണോ? ഓക്കെ കഴിച്ച് അമ്മമാർ കാറിനകത്തുണ്ട്. ഞാൻ എൻ്റെ വീട്ടിനകത്ത് ചെന്ന് നോക്കട്ടെ വേണ്ടാത്തവനും കാണണോ. ഓക്കെ, ഇതിനകത്ത് TV ഇരിക്കണം, അത് അത്യാവശ്യമാണ്. പിന്നെന്ത് ഈ റൂമിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിനകത്ത് എൻ്റെ ക്ലോസറ്റ് വേണ്ട കാണിക്കണം. ഇവിടെ റയൻ്റെ ഡോർ എപ്പോഴും നടന്ന് കൊടുക്കും. ഇവിടെ കിച്ചനും ഉണ്ട്, ബാൽക്കണിയും ഉണ്ട്. പിഞ്ചാനെ എന്തൊക്കെയുണ്ടോ ആ വണ്ടിക്കകത്ത്? കുഴപ്പമില്ല അണ്ണാ. നോക്കട്ടെ നിങ്ങൾ അതിനകത്ത് കൊണ്ടുപോകുന്നു. എന്തിയാണ് നിങ്ങൾക്ക്? സോറി അണ്ണാ, ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി കടയിൽ പോയി. പെട്ടെന്ന് വന്നോ, നിങ്ങളൊക്കെ ഞാൻ കൊല്ലും. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ബാൽക്കണി നല്ല വ്യൂ ഇട്ടിടാ, എയർപോർട്ടിന് മറ്റേ ടവറിൽ നിന്ന്. അണ്ണാ, ഞങ്ങളങ്ങോട്ട് വന്നോ. ഓക്കെ, എന്നാൽ ശരി, പെട്ടെന്ന് പോവാം. ഓക്കെ, അമ്മ എന്നെ വിളിച്ചതിന് അമ്മ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോയതാണ്. അമ്മമാരൊക്കെ ഞാൻ ഐസ്ക്രീം ഇടാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അതെനിക്കും കാണാം. അപ്പോൾ അത് ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നത്.
അതിനകത്തൊന്നും ഇല്ല കൊണ്ട് കളയാൻ. ഓക്കെ, ഇവിടെ സോഫയും ലിവിങ് റൂമൊക്കെ ഉണ്ട്, അതൊന്നും കളയണ്ട. ഇല്ലെങ്കിൽ പിന്നെ സോഫയും ലിവിങ് റൂമും കാണത്തില്ല. ഇതെന്തുവാ? ഇതൊരു എംറ്റി റൂമാണ്, ബാൽക്കണി മാത്രമേ ഉള്ളൂ, അത് കണക്കാം. അതിൻ്റെ താരമാണ് ഗരാജുള്ള. ഓക്കെ, എപ്പോൾ അവന്മാർ വന്ന് കാണും. അയ്യോ, എൻ്റെ ബാത്റൂം. എപ്പോൾ അവന്മാർ വന്ന് കാണും. അതെ, വിളിച്ച് ഫ്രാങ്കിലാണോ ഞങ്ങൾ വീട്ടിൽ വന്ന്. നിങ്ങളെ തൽക്കാലം ഒരു കാര്യം ചെയ്യും, നിങ്ങളെ ഇതിനകത്തുമില്ല പൊട്ടറ്റോ ചിപ്സ് ലൈസ് വല്ലതും കാണുമായിരിക്കും. ഞാൻ മേടിച്ച് വെച്ചതിന് മുന്നേ. ഓക്കെ അണ്ണാ, നിങ്ങളതും കഴിച്ചേ. ഇനി ഞാനേ ഒരു കാര്യം ചെയ്യും, 2-3 സ്നാക്സും കൂടി മേടിച്ചിട്ട് വരാം. ഓക്കെ, ഞാൻ അവന്മാർ പറഞ്ഞിട്ടുണ്ട് 2-3 സ്നാക്സും കൂടി മേടിച്ചിട്ട് വരാമെന്ന്. ഇവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റ് എത്ര ദൂരമൊന്നും അല്ലേ. ഞാൻ വണ്ടിയുടെ കളറൊക്കെ മാറ്റി വെള്ളയാക്കിയിട്ടുണ്ട്. ബ്ലാക്ക് കണ്ടിട്ടില്ല, രസമില്ല. വെള്ളമാണ് ഇച്ചിരി കൂടി ഒരു ഫീലുണ്ട്, നല്ലതാണ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് സൂപ്പർ മാർക്കറ്റ് വരെ പോയിട്ട് വരാം. എന്നാൽ എത്ര ദൂരം ഒന്നും ഇല്ല. പക്ഷേ ഇവൻ എന്തിൻ്റെ നോക്കില്ല, കുറേ നേരമായില്ല എൻ്റെ വണ്ടി ഇടിക്കുന്ന. ആദ്യത്തിന് ഡോറൊന്നും പോയില്ല എൻ്റെ അമ്മ. ഓക്കെ ഗൈസ്, ഡോറ് പോയിട്ടുണ്ട് ഒരെണ്ണം. പക്ഷേ എന്താണെന്ന് എത്തിയെന്ന്, നമ്മൾ യമഹയുടെ ഷോറൂം എത്തി, സൂപ്പർ മാർക്കറ്റ് എത്തിയത് യമഹയുടെ ഷോറൂം. അപ്പുറത്തിരിക്കുന്ന നമ്മുടെ സൂപ്പർ മാർക്കറ്റ് മറ്റേ ഡോർ. ഞാൻ 2-3 ചിപ്സും ലൈസും ഇല്ല, ബിസ്ക്കറ്റും എല്ലാം മേടിച്ചിട്ട്. ഓക്കെ ഗൈസ്, അതെല്ലാം ഈ ബാഗിനകത്തുണ്ട്, അതെല്ലാം ഈ ഡിക്കിക്കകത്ത് വെക്കട്ടെ. ഓക്കെ, അതെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് വണ്ടി ഓക്കെ, ഇനി നമുക്ക് വീട്ടിലോട്ട് ചെന്നിട്ട് ബാക്കി ഞാൻ ചെയ്യാം. ഇപ്പോൾ അത്ര ഉള്ള എപ്പിസോഡ്, അടുത്ത എപ്പിസോഡ് കൊണ്ട് ഞാൻ വരുന്നതായിരിക്കില്ല. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന്. മരമെല്ലാം പൊട്ടിച്ചു കളഞ്ഞു. ഓ, സബ്സ്ക്രൈബ്.